അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഇഡലി, ദോശ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ബാറ്ററിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല പോലെ പൊങ്ങി വരുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണിത്. ഇതുവരെ ആയിട്ടും ദോശേൻ്റെ ഇഡ്ലിൻ്റെ ഒക്കെ ബാറ്റർ ഇതുപോലെ പൊങ്ങി വരാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല പോലെ പതഞ്ഞ് പൊങ്ങുന്ന നല്ലൊരു റെസിപ്പിയാണിത്. ഈ ഒരു ബാറ്റർ ഉപയോഗിച്ച് നമുക്ക് നല്ല പൂ പോലെയുള്ള ഇഡ്ഡലി, അതുപോലെ ക്രിസ്പി ദോശയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 2 കപ്പ് പച്ചരിയിലേക്ക് 1 ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം. നല്ല പോലെ വാഷ് ചെയ്തതിലേക്ക് നല്ല വെള്ളം തന്നെ ഒഴിച്ച് വെക്കുക. ഇനി 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതും നല്ല പോലെ ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ല വെള്ളം ഒന്ന് ഒഴിച്ചേക്കാം. ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് നല്ല വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ വേണ്ടി പറയുന്നത്. നല്ല പോലെ വാഷ് ചെയ്തിട്ടുണ്ട്. അരിയിലേക്ക് അവിടെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഉഴുന്നിലേക്കും നമുക്കതുപോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് മാറ്റി വയ്ക്കാം. 5-6 മണിക്കൂർ നമുക്കിതൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ രാവിലെയാണ് ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. ഇനി ഈവനിങ്ങിലാണ് ഇത് അരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റും വെക്കാവുന്നതാണ്. അങ്ങനെ ഇവിടെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഉഴുന്നൊക്കെ നല്ല പോലെ തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ആവശ്യമുണ്ട്, വെള്ളം കളയരുത്. ഈ ഒരു വെള്ളം നമുക്കിനി ഒരു കപ്പിലേക്ക് ഒഴിച്ചിട്ട് മാറ്റി വെക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അരി ഉഴുന്നൊക്കെ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അങ്ങനെ അരിയും ഇവിടെ നല്ല പോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ആദ്യം തന്നെ ഉഴുന്നാണ് അരച്ചെടുക്കുന്നത്. ഉഴുന്ന് അതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട്, നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അവിടെ നല്ല പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ ഇതിവിടെ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരിയും ഇതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി മാവ് നല്ല പോലെ പതഞ്ഞ് പൊങ്ങി വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പ് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് അരി നമ്മൾ അരക്കുന്ന സമയത്ത് അതിലേക്ക് നമ്മളെ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളെ മാവിന് എത്രയാണോ ഉപ്പ്, അത്രയും ഉപ്പ് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു ഉപ്പ് ചേർത്ത് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ മാവ് നല്ല പോലെ പൊങ്ങി വരും. നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു അരച്ചെടുത്തതും കൂടെ നമ്മൾ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി വേണ്ടത് ചോറാണ്. 2 കപ്പ് പച്ചരി, 1 കപ്പ് ഉഴുന്ന്, ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടെയാണ് വേണ്ടത്. അപ്പം ഇനി ഒരു ചോറും കൂടെ നല്ല പോലെ ഒന്ന് ഫൈൻ പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അവിടെ ചോറും നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചൊരു വലിയ പാത്രം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, കാരണം നല്ല പോലെ മാവ് പൊങ്ങി വരും. ഇത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യോ അല്ലെങ്കിൽ തവിയോ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സിങ്ങിലാണ് നമ്മളൊരു മാവ് പൊങ്ങി വരിക. അപ്പോൾ നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് മാവ് ഈ ഒരു പാകത്തിലാണ് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫെർമനൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അങ്ങനെ രാവിലെ നോക്കുമ്പോൾ നല്ല പോലെ പൊങ്ങി പുറത്ത് പോയിട്ടുണ്ട് മാവ്. ഞാനിത് ഇതുപോലെ ഒരു പാത്രത്തിലൊക്കെ ഇറക്കി വെക്കാറാണ് സാധാരണ ചെയ്യാറ്. കാരണം ഞാൻ എപ്പോൾ മാവ് അരച്ചാലും ഇതുപോലെ പുറത്തേക്ക് പോവും. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ മാവ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി ഒന്ന് ഫോളോ ചെയ്താൽ മതി. അപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ പൊങ്ങി വന്നിട്ടുണ്ട്.
നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആയിരിക്കും ഇതുകൊണ്ട് ഉണ്ടാക്കുന്ന ഇഡ്ഡലി അതുപോലെ ദോശയൊക്കെ എന്നുള്ളത്. ഇതൊന്ന് ഈ ഒരു പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല പോലെ തന്നെ പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിവിടെ നിന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഇതിലേക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലിക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ ചുട്ടെടുക്കാം. ദോശക്കാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതാ ദോശ ഒന്ന് ചുട്ടെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. ദോശയൊക്കെ ഇവിടെ നിന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ്. നമുക്ക് ഈ ഒരു ബാറ്റർ കൊണ്ട് നല്ല പഞ്ഞി പോലെയുള്ള അപ്പവും അതുപോലെ തന്നെ സോഫ്റ്റ് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് റെഡിയാക്കി എടുക്കുന്നത്. ഇതാ അവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ക്രിസ്പിയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഒന്ന് ചുട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ബാറ്റർ ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കുക. ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ടിപ്പും കൂടെ ഒന്ന് ചെയ്ത് നോക്കിയാൽ നല്ല പോലെ പൊങ്ങി വന്നിട്ടുള്ള നല്ല ബാറ്റർ നിങ്ങൾക്ക് കിട്ടും. ഇതുപോലെ ഒന്ന് റെഡിയാക്കിയതിന് ശേഷം നിങ്ങളെ അഭിപ്രായങ്ങളൊന്ന് അറിയിക്കുക. റെഡിയാക്കി നോക്കിയിട്ട് മാവ് ഇതുപോലെ പൊങ്ങി വന്നോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശക്ക് ബാറ്റർ ഉണ്ടാക്കിയിട്ട് ഇതുവരെ ഇതുപോലെ പൊങ്ങി വരാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ സാധാരണ ഇതുപോലെ തന്നെയാണ് മാവ് അരച്ചെടുക്കാറ്. അപ്പോഴൊക്കെ മാവ് ഇതുപോലെ പൊങ്ങി പുറത്തേക്ക് പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കാറാണ് ചെയ്യാറ്. അങ്ങനെ നമ്മളെ ദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള നമ്മളൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.